വെൽക്കം ടു പലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന 500 ഗ്രാം കോളിഫ്ലവർ ആണ്. ഇത് കണ്ടില്ലേ, ഒത്തിരി കനം കുറച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ എടുക്കുന്നതിൻ്റെ ഗുണം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാദ്യം വെള്ളത്തിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇടാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നത് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ടത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇതിൽ പിടിക്കുകയും ചെയ്യും. അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും കീടങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അതില്ലാതാവുകയും ചെയ്യും. 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് സ്ട്രെയിനറിലൂടെ വെള്ളം അരിച്ചെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ കോട്ടിങ്ങിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 3 കോളിഫ്ലവർ നമ്മൾ എടുത്തിരിക്കുന്ന 500 ഗ്രാം അല്ലേ. ഇറച്ചി മസാല 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് 3 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 3/4 കപ്പ്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അരിപ്പൊടി 1/2 കപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ആകരുത്. നല്ലപോലെ കലങ്ങി, അതുകൊണ്ട് ഞാൻ വിസ്ക് മാറ്റിയത്. കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കണം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം. പോരെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക. 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഇത്രയും ബാക്കിയുണ്ട്. ഇനി ഇത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പം പൊടിഞ്ഞു പോകാതെ നോക്കണേ. ഇനി ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിൽ ഈ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കണ്ടേ. അപ്പോൾ എന്നും ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഇങ്ങനെ മസാല പുരട്ടി ഒരു അല്പസമയം വെച്ചേക്കുന്നതാണ് നല്ലത്. 30 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. എണ്ണ ചൂടായി കിടക്കുക, ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ മറിച്ചിടാം. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടായിട്ട് വേണം ഇതിലേക്ക് ഇതിടേണ്ട. ഇത് കഴിയുമ്പോൾ മീഡിയത്തിലേക്കാക്കാം. ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. നിങ്ങളിത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് വേണം, നല്ലപോലെ ചൂടായിട്ട് വേണം ഇടേണ്ടത്. ഇട്ട് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടേ അത് ഇളക്കാവുള്ളൂ. കണ്ടോ, അതുപോലെ ഇരിക്കുകയാണത്. സൗണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുതേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.